ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് പുഡിംഗ് ആണ്, നവാബി ഷമായി. ഇത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും സേമിയയും കസ്റ്റർഡും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. അത് ഉരുകി കഴിയുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ മുന്തിരി ചേർക്കാം. ഇത് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് 200 ഗ്രാം സേമിയ. ഇതിന് വേണ്ടിയിട്ട് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള സേമിയ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വറക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രൗൺ നിറാകുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കാം. സേമിയ മൂത്ത് കഴിയുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ സേമിയയിലേക്ക് യോജിച്ച് ചേരണം. ഇതുണ്ടാക്കാൻ വേണ്ടി സേമിയ ഉപയോഗിക്കുമ്പോൾ സേമിയ നല്ല കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ, അതാണ് ഇതിന് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ പാല്, 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. ഇത് ഫ്ലേവർ ഒന്നും ചേർക്കാത്ത കസ്റ്റർഡ് പൗഡറാണ്. ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട്, തണുത്ത പാലായിരിക്കണം, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ചൂട് പാലാണെങ്കിൽ ഇത് കട്ടയായി പോകും കേട്ടോ. തണുത്ത പാൽ ഒഴിച്ചിട്ട് തന്നെ ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞോളും. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ഒഴിക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അതിലിങ്ങനെ കട്ടയായി പോവും. ഇതൊരു തിക്ക് ക്രീം ആവുന്നവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇളക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടയായി പോകും. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇത് ഫ്ലേവർ ഇല്ലാത്ത കസ്റ്റർഡ് പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഒഴിച്ചത്. ഫ്ലേവർ ഉള്ളതാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ സ്റ്റൗ ഓഫാണ്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഞാനെടുത്ത് വാനില എസൻസ് ചേർത്ത കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. തണുക്കുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുറച്ച് സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്കും ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു കേട്ടോ, അപ്പോൾ ഞാനത് വിട്ടുപോയതാണ്. ഇനി ഇത് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അടിയിലിങ്ങനെ നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൻ്റെ അടിവശം വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ലെവൽ ചെയ്താൽ മതി.
അതിനുശേഷം കസ്റ്റർഡ് ഒഴിക്കാം. ഇതിൻ്റെ മുകളിലേക്കും അതുപോലെ അതിട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കാം. നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഇടാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും കാഷ്നട്ടോ അല്ലെങ്കിൽ പിസ്താഷ്യോ ഇടാം കേട്ടോ. അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. കിസ്മിസ് വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സെറ്റാകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ആ പുഡിംഗ് ഇതുപോലെ ഞാനൊരു ട്രെയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, അതുപോലെ ഗ്ലാസ്സിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് 2 മണിക്കൂർ നേരത്തേക്ക് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് പുഡിങ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇത് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. Thank you.